ഹായ് ഡിയേഴ്സ്, അപ്പം നമ്മളിത് രണ്ട് സിസ്റ്റേഴ്സിന് വേണ്ടി ചെയ്തത് ഔട്ട്ഫിറ്റ് കാണിക്കുവാണ് കേട്ടോ. അപ്പോൾ ഓണത്തിന് ചെയ്തതാണ്, എനിക്കിപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത്. അപ്പോൾ ഇത് ഇളയാൾക്ക് വേണ്ടി ചെയ്ത ഒരു ഫ്ലീറ്റഡ് സ്കേർട്ടാണ്. അതും പ്രിൻസസ് കട്ട് ബ്ലൗസുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മൂത്താൾക്ക് ചെയ്തതും ഞാൻ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം സ്കേർട്ടിൻ്റെ പോർഷൻ കുനുകുനെ ഫ്ലീറ്റ് എടുത്തിട്ട് നന്നായിട്ട് പിന്ന് കുത്തി അയൺ ചെയ്ത് കൊടുത്തട്ടോ. അതിന് ശേഷമാണ് ഞാൻ ലൈനിങ് അതേപോലെ തന്നെ കുനുകുനു ഫ്ലീറ്റ് എടുത്തിട്ട് തയ്ച്ച് പിടിപ്പിക്കുമായിരുന്നു സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെ പിടിപ്പിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഫ്ലെയർ ആയിട്ട് കിടക്കുമെന്ന് തോന്നി. അപ്പോൾ ഇതാണ് ബ്ലൗസ്. നമ്മൾ താഴെ ഒരു ചെറിയ കർവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ സ്ലീവാണ്, നെറ്റാണ്. ഈ മെറ്റീരിയൽ എല്ലാം അപ്പം നമ്മുടെ തൃപ്പൂണിത്തുറ പരാഗിയിൽ നിന്ന് എടുത്തതാണ്. അത്യാവശ്യം നല്ല മെറ്റീരിയലായിരുന്നു, ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ എടുത്ത് കട്ട് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തുമ്മൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ചില മെറ്റീരിയൽ അങ്ങനെയാണ്, നമുക്ക് അലർജി വരും. ചില നെറ്റ് എടുത്ത് കട്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആദ്യം ഞാൻ ഓർത്തത് എനിക്ക് മാത്രമാണെന്നാണ്, പക്ഷേ പല യൂട്യൂബേഴ്സും ഇതേപോലെ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എനിക്ക് മാത്രമുള്ള പ്രോബ്ലം അല്ല എന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ബ്ലൗസും കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ബാക്കിൽ സിബ്ബാണ് വെച്ചിരുന്നത്, അതുപോലെ തന്നെ ബാക്ക് ഓപ്പണാണ് ചെയ്തത് കേട്ടോ. അപ്പം ലാസ്റ്റാണ് നമ്മൾ ഈ താഴെ ഈ ഒരു ഇത് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലേസ് വാങ്ങി പിടിപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. ശരിക്കും കൈവച്ച് ചെയ്യുന്നതിനേക്കാളും പാടായിരുന്നു ലേസ് അടിച്ച് പിടിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് കുട്ടിയുടെ ഫൈനൽ ഔട്ട്ലുക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചേച്ചിക്ക് വേണ്ടി ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മൾ താഴെ ഒരു ചെറിയ കർവ് വി കൊടുത്തിട്ടുണ്ട്. ലൈനിങ് നമുക്ക് പാഡഡ് ബ്ലൗസ് തയ്ക്കുമ്പോൾ അത്യാവശ്യം കൂടുതൽ ലൈനിങ് വേണേ. അപ്പോൾ ലൈനിങ് അത്യാവശ്യം കുറവായതുകൊണ്ട് തന്നെ ഞാൻ ലൈക്ര മെറ്റീരിയൽ വെച്ച് ഫസ്റ്റിലെ അത് ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഫസ്റ്റിലെ നമ്മൾ അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ തിന്നായിട്ടുള്ള ബ്ലൗസ് മെറ്റീരിയലാണ് നമ്മൾ ലൈക്ര മെറ്റീരിയൽ വെക്കാറുള്ളത്. പക്ഷേ ഇത് അത്യാവശ്യം കട്ടി ഉണ്ടായിട്ടും ഞാനത് ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയൂ കേട്ടോ.